ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഫീൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പ്രധാനമായിട്ടും മാഗ്നറ്റിസത്തിന്റെ പാർട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് മാഗ്നറ്റിസത്തിന്റെ പാർട്ടാണ്. മാഗ്നറ്റിസം എന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. വിച്ച് ഈസ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, വിച്ച് ഈസ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പൊ മാഗ്നറ്റിസത്തിന്റെ ഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ഭാഗത്തുനിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് നടന്ന 2025 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പാർട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ ഓരോ ടൈപ്പ് ഏതാന്നുള്ളതും അതിന്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ഏതാന്നുള്ളതും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, അത് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. പ്രധാനമായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം അതിന്റെ ഒരു സസെപ്റ്റിബിലിറ്റി, പെർമിയബിലിറ്റി കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. അത് സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ ഇട്ടോളൂ കേട്ടോ. എനിക്ക് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെ, ഇതിനകത്ത് വുഡ് ഉണ്ട്, നിക്കൽ ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട് ആൻഡ് മാംഗനീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ തന്നതനുസരിച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് അല്ലെ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പൊ എന്താ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് 3 ക്ലാസിഫൈ ചെയ്യാം അല്ലെ. 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചാൽ മതി. 3ലേറെ ക്ലാസിഫിക്കേഷൻ നമ്മളുണ്ട്. ആന്റിഫെറോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കേണ്ട. നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ഏറ്റവും 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡയ, പാര ആൻഡ് ഫെറോ. ഈ 3 സബ്സ്റ്റൻസിനും നമ്മൾ നിർബന്ധമായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇതിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ എന്താ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, എന്താണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എളുപ്പമാണ് അല്ലെ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാത്തത്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി അട്രാക്റ്റീവ് അല്ലാതെ സ്ലൈറ്റ്ലി ഒരു റിപ്പൾഷൻ കാണിക്കുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ് അട്രാക്ഷൻ കാണിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, ഫെറോ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു സ്ട്രോങ് അട്രാക്ഷൻ കാണിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയേണ്ടത്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഡയ, പാര, ഫെറോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അതിന്റെ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം വുഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അവിടെ ഒരു സ്ട്രോങ് റിപ്പൾഷൻ ആണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, കാണിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു റിപ്പൾഷൻ ആണ് കാണിക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, വുഡിന്റെ കാര്യത്തിലാണെങ്കിൽ കാണിക്കുന്നുണ്ടാവുക. പിന്നെയുള്ളത് നിക്കൽ, പ്ലാറ്റിനം ആൻഡ് മാംഗനീസ് ആണ് വരുന്നത്. ഇപ്പൊ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് ആർ റിപ്പൽഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിൽ നിന്നും റിപ്പൽ ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്നത്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് മാഗ്നറ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്നത്. സ്ലൈറ്റ് അട്രാക്ഷൻ, ആ ഒരു വേർഡ് ഓർത്ത് വയ്ക്കുക, സ്ലൈറ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കത് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ തന്നെ ചോദിക്കും. സ്ലൈറ്റ് അട്രാക്ഷൻ എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് അവിടെ വരുന്നത് സ്ലൈറ്റ് അട്രാക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അവിടെ വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതും കൂടി നമ്മൾ അതിനോട് ഓർത്ത് വെക്കേണ്ടതാണ്, ഈ അട്രാക്ഷനും റിപ്പൾഷനും പഠിക്കുന്ന സമയത്ത്. പിന്നെ ഉള്ളത് സ്ട്രോങ് അട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് കാണിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ എക്സാമ്പിൾസ് ആയിട്ട് ലെഡ്, ഗോൾഡ്, സിൽവർ, സിങ്ക്, ആന്റിമണി, ബിസ്മത്ത് തുടങ്ങിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് മഗ്നീഷ്യം, മോൾബിഡിയം, ലിഥിയം ആൻഡ് ടെൻറ്റാലം ഒക്കെയാണ് വരുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഈ പാരയുടെ അകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടില്ല അല്ലെ. ഓക്കെ, എയർ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് എയർ. അതേപോലെ അലുമിനിയം,
ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളതാണ് കേട്ടോ. ഒരു കുറച്ച് ഡിഫറെന്റ് മെറ്റീരിയൽസ് മാത്രമാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനകത്ത് ഇപ്പൊ നമ്മൾ കണ്ടു വാട്ടർ, വുഡ്, ഇതൊക്കെ നമുക്ക് എന്താ പറയാം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് പറയാം. പിന്നെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. സ്ട്രോങ്ലി അട്രാക്ഷൻ കാണിക്കുന്ന ടൈപ്പാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അയൺ, നിക്കൽ, കൊബാൾട്ട് ഒക്കെ എന്താണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നതാണ്. ഇനി ഇതിനകത്ത് വന്ന ഒരു 2024 വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് ചോദിച്ചത്. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ആൻസർ എഴുതാൻ. 2024 അല്ല തോന്നുന്നത്, അതിന് മുന്നേ ആട്ടോ. 2023, 23-ലാണ് തോന്നുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ് എന്താണ് അത് എന്താണ് പറയുന്നത് എന്നുള്ളതും അത് എന്തിനാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റില് സ്റ്റേറ്റ്മെന്റ് സത്യമാണെങ്കിൽ പോലും അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആൻസർ കറക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കറക്റ്റ് ആണോ നോക്കുന്നതിന്റെ കൂടെ തന്നെ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നതെന്നും കൂടി നോക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞത് എന്താണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് നെഗറ്റീവ്. ആൻഡ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1. ഇങ്ങനെയാണ് 4 സ്റ്റേറ്റ്മെന്റ് നമുക്കവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് മെറ്റീരിയൽ ചൂസ് ചെയ്യുക. അതായത് നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അത് നമ്മൾ ഓൾറെഡി അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡെഫിനിഷൻ വരുന്നത്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്യും പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു വീക്ക് അട്രാക്ഷൻ കാണിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് പറയും അല്ലെ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് the substance move from weak field region to strong field region in a non-uniform magnetic field എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The substance move from weak field region to strong field region. കണ്ടോ എന്താ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം ഫീൽഡ്. ഒരു എക്സാമ്പിള്, സ്ലൈഡ് വിസിബിൾ അല്ലേ? എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? സ്ലൈഡ് വിസിബിൾ അല്ലേ? നോക്കൂ, പ്രശ്നമുണ്ടോ? വേറെ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? വിസിബിൾ ആണ് സർ. വിസിബിൾ ആണ് അല്ലേ? എന്നാ ഓക്കെ 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 ഓക്കെ. എന്നാ പറഞ്ഞ ആളൊന്ന് നോക്കൂട്ടോ, അവരുടെ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. സ്ലൈഡ് വിസിബിൾ അല്ല എന്ന് പറഞ്ഞ ആളെ രാജേഷ് അല്ലേ? ഓക്കെ, അവർ നോക്കൂട്ടോ, അവരുടെ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കും കാണാത്ത. അപ്പൊ ഒന്നുകൂടി ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, the substance move from weak field region to strong field region in a non-uniform field എന്നാണ് പറഞ്ഞത് അല്ലെ. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നോക്കുക. അതായത് ഇവിടെ ഇപ്പൊ നമ്മളൊരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ നമ്മൾ വെച്ചു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വെച്ചു ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റ് നമ്മളിവിടെ വെച്ചു. ഈ മാഗ്നറ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു മെറ്റീരിയൽ വെക്കുകയാണ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണ്. ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഈ മെറ്റീരിയല് ഒരു സ്ലൈറ്റ് അട്രാക്ഷൻ കാണിക്കും അല്ലെ. ഇതാണല്ലോ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പഠിച്ചത്. സ്ലൈറ്റ് അട്രാക്ഷൻ കാണിക്കും. സ്ലൈറ്റ് അട്രാക്ഷൻ കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്ഷൻ കാണിക്കുമ്പോൾ ഈ മെറ്റീരിയൽ എങ്ങോട്ടാ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഈ മാഗ്നറ്റിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ അല്ല. അട്രാക്ഷൻ കാണിക്കുക എന്ന് പറയുമ്പോൾ രണ്ടും അടുത്തേക്ക് വരും എന്നല്ല പറയുന്നത്. സോ ഇത് ഞാൻ പീരിയഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ സ്ലൈറ്റ് അട്രാക്ഷൻ കാണിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. സ്ലൈറ്റ് അട്രാക്ഷൻ കാണിക്കുമ്പോൾ മാഗ്നറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? അടുത്തേക്ക് വരുന്നു. ഇനി അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ അതിപ്പോ നോർത്ത് സൗത്ത് പോളുകളെ ഡിപ്പെൻഡ് ചെയ്ത് വരില്ല എന്ന് നമുക്ക് നോക്കാം. എന്നാലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിനൊരു മാഗ്നറ്റിസം ഉണ്ടാവുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാലോ. ആ മാഗ്നറ്റിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു
വീക്ക് ഫീൽഡ് റീജിയൻ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നറ്റ് ഇല്ലാതെ നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന്, അതായത് നമ്മളിപ്പോ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ഈ പാരാമാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൽ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മളൊരു അലുമിനിയം ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അലുമിനിയത്തിന് മാഗ്നറ്റിസം ഇല്ല എന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിസം എന്ത് ചെയ്യണം, ഇതിനടുത്തേക്ക് മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ മാഗ്നറ്റിസം ഉള്ള അലുമിനിയം എന്ന് പറയുന്ന മെറ്റീരിയലിൽ എന്ത് ചെയ്യാണ്, അവിടെ ഒരു മാഗ്നറ്റിസം ഉണ്ടാവുകയാണ് അല്ലെ. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് വീക്കായി കിടന്നിരുന്ന ഒരു ഭാഗത്ത് നിന്നും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്തായിട്ട് മാറുന്നുണ്ടായിരിക്കും, സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. സ്ട്രോങ് ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് മാറുക എന്നൊന്നും അവിടെ മീൻ ചെയ്യുന്നില്ല. ജസ്റ്റ് അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടായിരിക്കും എന്ന് മാത്രമാണ് അതിന്റെ ഇതുള്ളത്. അതായത് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും, വീക്കായി നിന്നോടത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറച്ച് സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ടാവും എന്ന് മാത്രമാണ് അതിനകത്ത് മീൻ ചെയ്യുന്നത്. അത് എന്താ ചെയ്തിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇതേ സ്റ്റേറ്റ്മെന്റ് നമ്മളെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സമയത്ത് വന്നാലും ട്രൂ ആണ് കേട്ടോ. അതായത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റിലേറ്റഡ് ടു നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം നമ്മളെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സമയത്താണെന്നുണ്ടെങ്കിലും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ സമയത്താണെന്നുണ്ടെങ്കിലും അത് അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. അട്രാക്ഷൻ കാണിക്കുന്ന പറയുമ്പോൾ അതിലേക്ക് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മളവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് പറയുക എന്താണ്, അത് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടിനേക്കാൾ കൂടുതലായിട്ട് അതിലേക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണിക്കാം. അതെപ്പോഴും അതെന്തായിരിക്കും, ഒരു വീക്കിൽ നിന്നും സ്ട്രോങ്ങിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അത് എക്സ്ട്രാ സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് കിട്ടുന്ന മെറ്റീരിയലിന്റെ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മീൻ ചെയ്യേണ്ട, ജസ്റ്റ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും കറക്റ്റ് ആണെന്ന് പറയാം. അത് ഓർത്ത് വെക്കുക, അതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ഒരു പ്രോപ്പർട്ടി എങ്ങനെ വരുന്നത്. അപ്പൊ ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ് വരുന്നുണ്ടാവുക, ഡയക്ക് ഒന്നുമില്ല, നേരെ തിരിച്ചാണ് വരിക. അതായത് എന്താണ്, അത് ഇപ്പൊ നിൽക്കുന്നതിൽ നിന്നും കുറച്ചും കൂടി എന്താണ് വിട്ടിലേക്ക് പോകുന്ന രീതിയാണ് ഉണ്ടാവുക അല്ലെ. അതിന് ഒരു റിപ്പൾഷൻ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. റിപ്പൾഷൻ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോകും. ഇപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ഇവിടെ വെച്ചത് എന്നുണ്ടെങ്കിൽ, ഇത് നോർത്ത് സൗത്ത് മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ അവിടെ എന്താണ്, ഒരു റിപ്പൾഷൻ കാണിക്കല്ലേ. അതായത് ഇപ്പൊ ഇവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണ് കിടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് എന്ത് ചെയ്യും, വീക്ക് ആയിട്ടുള്ള ഫീൽഡിലേക്ക് വന്നോണ്ടിരിക്കും അല്ലെ. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ആ ഒരു ഡയ ആണ് അവിടെ പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വേർഡ് എന്തായിരുന്നു, ദ സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് സ്ട്രോങ് ഫീൽഡ് റീജിയൻ ടു വീക്ക് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അത് ഡയ ആണെങ്കിൽ ഇവിടെ നമുക്ക് പാരന്നെയാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് നെഗറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് നെഗറ്റീവ്. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി നെഗറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്, നെഗറ്റീവ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി നെഗറ്റീവ് ആയിട്ടുള്ളതും ലെസ് ദാൻ ആയിട്ടുള്ള ഒരു വാല്യൂ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞതുമായിട്ടുള്ള ഒരു വാല്യൂ വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. എന്നാൽ നമ്മൾ ഈ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സമയത്തേക്ക് വന്നാലും, അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനടുത്തേക്ക് വന്നാലും അതിന്റെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, എന്താ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ് പറയുന്നത് അല്ലെ. ഡിഗ്രി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ് പറയുന്നത്. ഈ ഡിഗ്രി ഓഫ് മാഗ്നറ്റൈസേഷൻ പറയുമ്പോൾ അവിടെ നമുക്ക് ഈ അട്രാക്ഷൻ റിപ്പൾഷൻ വെച്ചിട്ട് ഒന്നും കൂടി പറയാം കേട്ടോ. സസെപ്റ്റബിലിറ്റിയുടെ കാര്യം പറയുമ്പോഴും അട്രാക്ഷൻ റിപ്പൾഷൻ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ പഠിച്ച ആ ഒരു ഡെഫിനിഷൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ല പറയുന്നത്. അപ്പൊ ഒരു സ്ലൈറ്റ് അട്രാക്ഷൻ അല്ലേ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് ഉണ്ടാകുന്നത്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനോ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ടാവും. അട്രാക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയാം, നമുക്ക് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അട്രാക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ട് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി അതിന്റെ വാല്യൂ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. അതായത് ഒരു 0ക്ക് 1 അല്ലെങ്കിൽ ആ ഒരു 1ന് അടുത്ത് വരുന്ന ആ ഒരു വാല്യൂ, വളരെ ചെറിയൊരു വാല്യൂ ആണ് ഉണ്ടാവുക. സ്മാൾ ആൻഡ് പോസിറ്റീവ് എന്നാണ് നമ്മൾ അതിൽ പറയാം. എന്നാൽ നമ്മുടെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്താണ്, അതൊരു സ്ട്രോങ് അട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. സ്ട്രോങ് അട്രാക്ഷൻ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് പോസിറ്റീവ് ആണ്. അതിന്റെ കൂടെ തന്നെ ഒരു വലിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാർജ് ആൻഡ് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സസെപ്റ്റബിലിറ്റിയുടെ കാര്യം. എന്നാൽ ഡയലേക്ക് വരുമ്പോൾ സ്മാൾ വാല്യൂ ആണ്, അതിന് കൂടെ തന്നെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സ്മാൾ വാല്യൂ ആണ്, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നെഗറ്റീവ് എന്നാണ് തന്നിട്ടുള്ളത്. അത് നെഗറ്റീവ് ഡയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണെന്ന് നമുക്ക് പറയാം.
ഇനി പാര ആണെന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് എന്നാണ് തരേണ്ടിയിരുന്നത് അല്ലെ, പോസിറ്റീവ് എന്നാണ് തരേണ്ടിയിരുന്നത്. നെക്സ്റ്റ്, റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കാം, റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 അല്ലെ, ലെസ് ദാൻ 1. റിലേറ്റീവ് പെർമിയബിലിറ്റി ലെസ് ദാൻ 1 ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് അതും എന്താണ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇനി പാരയുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഒരു വാല്യൂ ആയിരിക്കും. അത് ശരിക്കും 1 അടുത്ത് വരുന്ന ഒരു വാല്യൂ ആയിരിക്കും ഈ റിലേറ്റീവ് പെർമിയബിലിറ്റി കാണിക്കുന്നുണ്ടായിരിക്കും. ദെൻ നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ ഒരു വളരെ ഹ്യൂജ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ശരിക്കും അയണിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 10⁴ അത്രയും വലിയ വാല്യൂ ആയിരിക്കും റിലേറ്റീവ് പെർമിയബിലിറ്റി ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ലെസ് ദാൻ 1 എന്ന് പറയുന്നതും എന്താണെന്ന് പറയാം, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അതിനകത്ത് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ 1 and 2 ഓൺലി എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സ്മാൾ ആൻഡ് നെഗറ്റീവ്. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ആ ഒരു ടേബിളിൽ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ജസ്റ്റ് നിങ്ങൾ കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ഒരു ടേബിളൈസ് ആയിട്ട് ഒന്നുകൂടി അത് ക്ലിയർ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അതൊന്ന് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് വെക്കേണ്ടതാണ്, നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സ്മാൾ ആൻഡ് പോസിറ്റീവ്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വെരി ലാർജ് ആൻഡ് പോസിറ്റീവ്. ഞാൻ കണ്ടോ, വെരി ലാർജ് ആൻഡ് പോസിറ്റീവ്. ഇനി കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേറ്റീവ് പെർമിയബിലിറ്റി ഉണ്ടാവുക ലെസ് ദാൻ 1 ആയിരിക്കും ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കാര്യത്തിലാണെങ്കിൽ. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് ഉണ്ടാവുക മോർ ദാൻ 1 ആയിരിക്കും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കാര്യത്തിലാണെങ്കിൽ. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനകത്താണെങ്കിൽ ഡസ് നോട്ട് ഹാവ് എ കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഒരു കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആവില്ല, അത് വലിയ വലിയ വാല്യൂസ് ആയിരിക്കും. അതിങ്ങനെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മെറ്റീരിയലിലും വളരെ ഹൈ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ വാല്യൂസിന് സംഭവിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല എന്ന് പറയാം, പക്ഷെ വളരെ ഹൈ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം പറയാം ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷുവർ ആയിട്ട് ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്തിട്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2025 നമ്മൾ കയറുന്ന ഈ നടന്ന പുതിയ എക്സാമിൽ വരെ ഇതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനോട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഓർഡറിൽ അതിൽ കൊടുത്തിട്ടുള്ള, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്തുമ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണാം. ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും വീണ്ടും നമുക്ക് അടുത്തൊരു ഈ ഒരു ഇതെന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. From the following property, identify the type of magnetic material. ഇത്ര നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഈ പ്രോപ്പർട്ടി വായിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അതൊന്ന് മാർക്ക് ചെയ്യാലോ. ഏതാണ്? From the following properties, identify the type of magnetic material. A magnetic material with the susceptibility is low and negative. Next, they tend to move from high field region to low field region under the influence of non-magnetic field. പെട്ടെന്ന് മാർക്ക് ചെയ്യാലോ. ഏതാ കിട്ടുന്നുണ്ടായിരിക്കുക, ഏതാ മെറ്റീരിയൽ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഏതാണ്? എന്താ ഫസ്റ്റ് പറഞ്ഞത്? സസെപ്റ്റിബിലിറ്റി ഈസ് ലോ ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ലേ. ലോ ആൻഡ് ശരിക്കും നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ആവശ്യമില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ ആൻസർ അവിടെ കിടക്കുന്നുണ്ട്. ലോ ആൻഡ് നെഗറ്റീവ് എന്ന് വരുന്നത് ഒരൊറ്റ മാഗ്നറ്റിക് മെറ്റീരിയലേ നമ്മളെ കയ്യിലുള്ളൂ. അത് ഏത് സബ്സ്റ്റൻസ് ആണ്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് അല്ലെ. കാരണം നെഗറ്റീവ് വരുന്നത് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. പോസിറ്റീവ് വരുന്നത് ശരിക്കും രണ്ടെണ്ണം ഉണ്ട്. പാര ആണെന്നുണ്ടെങ്കിലും ഫെറോ ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണ് വരുന്നത്. എന്നാൽ നെഗറ്റീവ് വരുന്ന ഒരൊറ്റ ഒന്നേ ഉള്ളൂ, അത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇനി രണ്ടാമത്തെ ടൈം ഞാൻ പറഞ്ഞത് കണ്ടില്ലേ, ഹൈ ഫീൽഡ് റീജിയനിൽ നിന്നും ലോ ഫീൽഡ് റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കാം, ഹൈ ഫീൽഡിൽ നിന്ന് ലോ ഫീൽഡിലേക്ക് പോകുമ്പോൾ റിപ്പൾഷൻ ആണ് കാണിക്കുന്നത്. റിപ്പൾഷൻ ഏതാണ്? അതും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ. അപ്പൊ ആൻസർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ഇങ്ങനെ ആയിരിക്കും നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു മെറ്റീരിയൽ ഏതാന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ മെറ്റീരിയൽ തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തരും. ഇത് രണ്ടും അല്ലാതെ ചോദിച്ചത് അതിന്റെ വാല്യൂ തന്നിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ 2025 വന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അതിലൊരു വാല്യൂ തന്നിട്ട്, എനിക്ക് തോന്നുന്നു പെർമിയബിലിറ്റി ആണ് തോന്നുന്നു, ആ വാല്യൂ തന്നിട്ട് അത് ഏത് മെറ്റീരിയൽ ആണ് വരിക എന്നുള്ളതാണ് ചോദിച്ചത്. ഇത് ഫെറോ ആണോ, അതുപോലെ തന്നെ പാരയാണോ ഡയ ആണോ എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ കാണാൻ നമുക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പൊ ഇത് കറക്റ്റ് തറവാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഷുവർ ആയിട്ട് മാർക്ക് നേടാന്ന് പറഞ്ഞു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പാർട്ടായിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഇൻ വാട്ട് ഡയറക്ഷൻ internally the magnetic lines of force travel in a bar magnet?
in one direction. Internally, the magnetic lines of force travel in a bar magnet. North to south, south to south, south to north, and south to north. എന്താ ചോദിച്ചുള്ളത്? In what direction? Internally, the magnetic lines of force force travel in a bar magnet എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റേണലി ആണ് നമുക്ക് ചോദിച്ചുള്ളത് അല്ലെ. നമുക്ക് ഇന്റേണലി ഇപ്പൊ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് എപ്പോഴും പാസ് ചെയ്യുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. അത് നമ്മൾ എവിടെയാ പറയുന്നുണ്ടാവുക? എക്സ്റ്റേണലി ആണ് അല്ലെ. എക്സ്റ്റേണലി ആണെങ്കിൽ നമുക്ക് പറയേണ്ടതാണ് നോർത്ത് ടു സൗത്ത് ആയിരിക്കും എന്ന് പറയാം. നോർത്ത് ടു സൗത്ത് ആയിരിക്കും എന്ന് പറയാം. ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഇൻ വാട്ട് ഡയറക്ഷൻ ഇന്റേണലി ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ഇൻ എ ബാർ മാഗ്നറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ ബാർ മാഗ്നറ്റും അല്ലെങ്കിൽ മാഗ്നറ്റും നമ്മളെ ഇലക്ട്രോസ്റ്റാറ്റിക്, അതായത് നമ്മളിപ്പോ ശരിക്കും മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അപ്പൊ ശരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് കൂടി ഇതാണ് കേട്ടോ. ഈ ഒരു കാര്യമാണ് നമ്മൾ പറയാം. കാരണം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ലൂപ്പ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോർത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലെത്തി, സൗത്തിൽ നിന്ന് വീണ്ടും മാഗ്നറ്റിന്റെ ഉള്ളിലൂടെ, അതായത് ഇന്റേണലി വീണ്ടും നോർത്തിലേക്ക് എത്തും. അപ്പോ പുറത്ത് നോർത്ത് ടു സൗത്ത് ആണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണലി നമുക്ക് എന്താണ് നോർത്ത് ടു സൗത്ത് ആണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ, ഇന്റേണലി അത് സൗത്ത് ടു നോർത്ത് ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സൗത്ത് ടു നോർത്ത് ആണ് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഇനി ഞാൻ പറഞ്ഞ നേരത്തെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസും ഇതാണെന്ന് പറഞ്ഞില്ലേ. അതായത് നമുക്ക് ഇന്റേണലി എക്സ്റ്റേണലി വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു കാര്യം കൂടി പറയാം. ഈ സൗത്ത് ടു നോർത്ത് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യം നമുക്ക് അങ്ങനെ വരുന്നൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് ഈ കമ്പാരിസൺ വരുന്നുണ്ട്, അനലോഗ്സ് ആയിട്ട് വെച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഈ വരുന്ന ഡിഫറൻസ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടും സെയിം ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആർക്ക് പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ആർക്ക് മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ലൂപ്പ് ആയിരിക്കും. അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു ആർക്കാണ്, അല്ലെങ്കിൽ ഒരു റൗണ്ടിന്റെ ഒരു പോർഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ലൂപ്പ് ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. സൗത്ത് ടു നോർത്ത് എന്ന് പറയുന്നതാണ് ഇന്റേണലി നമുക്ക് വരുന്നുണ്ടായിരിക്കും. എക്സ്റ്റേണലി നോർത്ത് ടു സൗത്ത് ആണ് വരുന്നുണ്ടാവും. നെക്സ്റ്റ്, what indicate the shape of a BH curve? Hysteresis slope of a material, reluctance of material, field intensity of substance, magnetic property of material, pulling power of magnetic material. അതെന്താ ചോദിച്ചുള്ളത്? വാട്ട് ഇൻഡിക്കേറ്റ്സ് ദ ഷേപ്പ് ഓഫ് BH കർവ് അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് കർവ് ഓഫ് മെറ്റീരിയൽ എന്നാണ് ചോദിച്ചുള്ളത് അല്ലെ. എന്താ BH കർവ് അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? ശരിക്കും ഞാൻ ഈ BH കർവ് അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് കർവ് ഉണ്ടല്ലോ, അതൊരു ഇമ്പോർട്ടന്റ് പോർഷൻ ആയിട്ട് അതും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ഈ ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും അത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരുവിധം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാരണം 2019-20 കാലഘട്ടം മുതൽ ഈ ഒരു സിലബസ് വന്നതിന് ശേഷം ഒന്ന് അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ എക്സാം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു സിലബസിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുന്നേക്കെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഹിസ്റ്ററിസിസ് ലോസും അതുപോലെ തന്നെ എഡി കറന്റ് ലോസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കുക. പിന്നെ നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു മൊഡ്യൂളിൽ നിന്നൊക്കെ വന്നിട്ടായിരുന്നു. സാധാരണ നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1 ഉം 2 മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ എഡി കറന്റ് ലോസും അതേപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് വരുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പഠിച്ചു വെക്കേണ്ട ഭാഗമാണ് ഈ ഒരു എഡി കറന്റ് ആൻഡ് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ ജസ്റ്റ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് BH കർവ് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. BH കർവ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഈ BH കർവ് കൊണ്ട് മീൻ ചെയ്യുന്നത് ആ ഒരു ഏരിയ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ലോസ് ആണ്. ഹിസ്റ്ററിസിസ് ലോസിനെയാണ് മീൻ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഒരു ആൻസർ നമുക്ക് ഇവിടെ ഇല്ല. റിലക്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ ഉണ്ട്,
ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ഉണ്ട്, ആൻഡ് പുള്ളിംഗ് പവർ ഓഫ് ദ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ലോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു വേർഡ് അതിനകത്ത് വരുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BH കർവ് വരയ്ക്കുന്നത്? അതെവിടെ വരയ്ക്കുന്നുണ്ടായിരിക്കാം? അത് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല വരയ്ക്കുന്നത് അല്ലെ? മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മാഗ്നറ്റൈസേഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? BH കർവ് വരയ്ക്കുന്നത്. അപ്പൊ ആ ഒരു BH കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനകത്ത് ഓപ്ഷൻ സി കറക്റ്റ് ആണ്. എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയാം അല്ലെ? ആ ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ BH കർവ് എന്ന് പറയുന്നത്. ഈ BH കർവിന്റെ ഏരിയ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇനി ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നതിന് പകരം കുറച്ചും കൂടി കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാം ആ ഒരു ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഹിസ്റ്ററിസിസ് ലോസിനെയാണ്, അല്ലെങ്കിൽ BH ലോസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്നും കൂടി നല്ലൊരു കുറച്ചും കൂടി ആൻസർ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ആ ഒരു ഇതായിരിക്കും പറയുന്നുണ്ടാവും കുറച്ചും നല്ലൊരു ആൻസർ പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് പറയുന്നത്, പക്ഷെ അതിനും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനെ ലോസിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയാം. ഇവിടെ നമുക്ക് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. സാച്ചുറേഷൻ പോയിന്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സാച്ചുറേഷൻ പോയിന്റിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സാച്ചുറേഷൻ പോയിന്റിൽ എന്താ ഉണ്ടാവുന്നത്? അപ്പൊ സാച്ചുറേഷൻ പോയിന്റിൽ അറിയാൻ എന്താണ്? മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി സാച്ചുറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അല്ലെ? അതിന് പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഫർദർ മൂവ്മെന്റ് അവിടെ ഉണ്ടാവില്ല, ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയുന്നത്. പിന്നെ റീറ്റൻറ്റിവിറ്റി ആൻഡ് കോഴ്സിവിറ്റി ചോദിച്ചിട്ടുണ്ട്. റീറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യാണ്? ഒരു മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ സോറി, മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു മാഗ്നറ്റിസം കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു റീറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് കോഴ്സിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആ കാണിക്കുന്ന റീറ്റൻറ്റിവിറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് മാഗ്നറ്റൈസേഷൻ അതിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ ഒരു എക്സ്ട്രാ ഫോഴ്സ് അതിലേക്ക് കൊടുക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഴ്സിവിറ്റി ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. കോഴ്സിവിറ്റി ആയിട്ട് പറയുന്നത്. പിന്നെ സാച്ചുറേഷൻ രണ്ട് സൈഡിലും എന്തുണ്ടായിരിക്കും? രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും എന്ത് ചെയ്യും? സാച്ചുറേറ്റഡ് ലെവൽ കാണിക്കുന്നുണ്ടായിരിക്കും. അതായത് പോസിറ്റീവ് സൈഡിലും കാണിക്കുന്നുണ്ടായിരിക്കും, നെഗറ്റീവ് സൈഡിലും കാണിക്കുന്നുണ്ട്. ഒരു മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നായിരുന്നു ഈ സി മുതൽ അതുപോലെ തന്നെ ഈ ഒരു സെന്റർ പോയിന്റ് മുതൽ സി വരെയുള്ള ആ ഭാഗത്ത് നമ്മൾ എന്താ പറയുക എന്നുള്ളത്. അപ്പൊ ആ ഭാഗത്ത് പറയുന്ന പേര് കോഴ്സീവ് ഫോഴ്സ് എന്നാണ് പറയാം കേട്ടോ. കോഴ്സിവിറ്റി ആൻഡ് കോഴ്സീവ് ഫോഴ്സ് എന്നാണ് പറയാം. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അവർക്ക് അറിയാലോ, നമുക്ക് ആ ഒരു രണ്ടും ഒരുപോലെ അല്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അതിനെ ആ ഒരു റിമൂവ് ചെയ്യുന്ന സമയത്തും അത് സീറോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കോഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ആ ഒരു വേർഡ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ആ ഒരു ഇത് എന്നത്. അപ്പൊ ശരിക്കും നമ്മളെ സ്ട്രെസ് ലോസ് കർവ് നമുക്കൊരു ഇമ്പോർട്ടന്റ് കർവാണ്. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കർവ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കോഴ്സിവിറ്റി വെച്ചിട്ടുണ്ട്, എന്താണ് റീറ്റൻറ്റിവിറ്റി വെച്ചിട്ടുണ്ട്, സാച്ചുറേഷൻ ചോദിച്ചിട്ടുണ്ട്, മാഗ്നറ്റൈസേഷൻ ഫോഴ്സും ഫ്ലക്സ് ഡെൻസിറ്റിയുമായിട്ടുള്ള റിലേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വീണ്ടും തന്നെയാണ്. Which of the following statement is or are true regarding hysteresis loop? Which of the following statement is or are true regarding hysteresis loop? The magnetizing force is necessary to neutralize completely the magnetism is an electromagnet after the value of magnetizing force becomes zero is called the coercive force. അതാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യം അല്ലെ? ഈ പറയുന്ന സാധനത്തെയാണ് നമ്മളിപ്പോ ഇവിടെ കുറച്ച് ഡെഫിനിഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത്. The magnetizing force which is necessary to neutralize completely the magnetism is an electromagnet after the value of magnetizing force becomes zero is called cohesive force എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് hysteresis loss can be reduced by laminating the magnetic circuit എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഹിസ്റ്ററിസിസ് ലോസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ടിനെ ലാമിനേറ്റ് ചെയ്യാണോ ചെയ്യാം? എന്തിനാ ലാമിനേറ്റ് ചെയ്യുന്നത്? നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നത്? ഹിസ്റ്ററിസിസ് ലോസ് എഡി കറന്റ് ലോസിനാണ്. ഓക്കെ, എഡി കറന്റ് ലോസിന് വേണ്ടിയിട്ടാണ് മാഗ്നേറ്റ് ചെയ്യുന്നത് അല്ലെ? സോറി, ഈ ലാമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഓൺലി 1 എന്ന് പറയുന്നുള്ളൂ. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കർവ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കർവിന്ന് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കും. അപ്പോൾ ഓൺലി 1 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഫാക്ടർ എഫക്ട് ദ പൊളാരിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്, ലെങ്ത് ഓഫ് ദ കോയിൽ, ഡയറക്ഷൻ ഓഫ് കറന്റ്, സ്ട്രെങ്ത് ഓഫ് കറന്റ്, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് ഈ ഇലക്ട്രോമാഗ്നറ്റും നമ്മളെ നോർമൽ മാഗ്നറ്റ് തമ്മിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം എന്നുള്ളത് അല്ലെ. അപ്പൊ വിച്ച് ഫാക്ടർ എഫക്ട് ദ പൊളാരിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൊളാരിറ്റി എഫക്ട് ചെയ്യുന്നത് ഏത് ഫാക്ടറാണ്? പൊളാരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ഫാക്ടറാണ്? ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ് അല്ലെ. ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ്. കാരണം കറന്റിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ കറന്റിന്റെ ഇൻവേർഡ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് ഇവിടെ സൗത്ത് ആയി, ഇവിടെ നോർത്ത് ആയി. ഇവിടെ കറന്റിന് ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് ഇവിടെ നോർത്ത് ആയി, ഇതെന്തായി, സൗത്ത് ആയി. അപ്പൊ കറന്റിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ നമുക്ക് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റി മാറുന്നുണ്ടായിരിക്കും. ഇനി സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറന്റ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സ്ട്രെങ്ത് ഓഫ് കറന്റ് ഇലക്ട്രോ മാഗ്നറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഓഫ് കറന്റ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ലേ? യെസ്, ഇലക്ട്രോ മാഗ്നറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ട്രെങ്ത് ഓഫ് കറന്റ് എന്ന് പറയുന്നതും ഇലക്ട്രോ മാഗ്നറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ സ്ട്രെങ്ത് ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് കറന്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാഗ്നറ്റിസം മാറുന്നുണ്ടാവില്ലേ. ഡയറക്ഷൻ ഓഫ് കറന്റ് എന്ന് പറയുന്നത് പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്ട്രെങ്ത് ഓഫ് കറന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് എത്രത്തോളം മാഗ്നറ്റിസം അതിനകത്ത് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ രണ്ടും കറന്റിന്റെ കാര്യത്തിൽ രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്സ്.